നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 22. അങ്ങനെ ഇന്ന് മുതൽ ട്രേഡേഴ്സ് ഒക്കെ നിഫ്റ്റിയുടെ മന്ത്ലി കോൺട്രാക്ട്സിലേക്ക് ഇന്ന് മുതൽ എൻ്റർ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി വരാനിരിക്കുന്ന മന്ത്ലി എക്സ്പയറിയിലേക്കുള്ള നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഏകദേശം ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായി ഇന്നലെ 11ാമത്തെ രാത്രിയും US ഇറാൻ സംഘർഷങ്ങൾ തുടരുകയാണ് ചെയ്തത്. ഇറാൻ കീഴടങ്ങാതെ യാതൊരു വിധത്തിലുള്ള കരാറിനും തങ്ങൾ തയ്യാറല്ലെന്നുള്ള പ്രഖ്യാപനം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുമുണ്ട്. മറ്റന്നാൾ, അതായത് ജൂലൈ 24-ന് ബേസ് ലൈൻ താരിഫുകൾ എക്സ്പയർ ആകാനിരിക്കെ ഇന്നലെ US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും പുതിയ പ്രഖ്യാപനം വന്നു. അതായത് ഏകദേശം 1 ഡസനോളം രാജ്യങ്ങൾക്ക് ഫോഴ്സ്ഡ് ലേബറിന്റെ പേരിൽ 10% അധിക താരിഫ് ചുമത്തുമെന്നുള്ള പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ പുതുതായി പ്രഖ്യാപിക്കപ്പെട്ട 10% അഡീഷണൽ താരിഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ കൂടുതലായിട്ട് ലഭിക്കേണ്ടതുണ്ട്. മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ്, നെസ്ലെ ഇന്ത്യ, ഇറ്റേണൽ, ഇൻഡുസിൻ ബാങ്ക്, CSB ബാങ്ക്, അദാനി ഗ്രീൻ എനർജി, അദാനി പവർ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, JSW എനർജി, വാട്ടർവേസ് ലക്ഷ്യ ടൂറിസം, ഖാന്താർ ഓയിൽ റിഫൈനറി, HEG, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ്, NTPC ഗ്രീൻ എനർജി, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, യൂക്കോ ബാങ്ക്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, UTI അസറ്റ് മാനേജ്മെന്റ് കമ്പനി, വാരി റിന്യൂവബിൾസ് ടെക്നോളജീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഡൗൺ സൈഡിലേക്ക് 24,100 എന്ന ലെവലാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. എങ്കിലും 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് ആയതിനാൽ തന്നെ ഡൗൺ സൈഡിലേക്ക് 24,000 എന്ന ലെവലും അപ്പർ സൈഡിലേക്ക് 24,400 എന്ന ലെവലും ബ്രേക്ക് ചെയ്യാത്തോടത്തോളം ഇന്ന് ഈ 400 പോയിന്റുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു ട്രേഡിംഗ് ആയിരിക്കാം ഒരുപക്ഷെ നിഫ്റ്റി കാഴ്ചവെക്കുന്നതും. എന്നാൽ നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 24,300, 24,400 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് 24,400 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ അതേസമയം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകളായി നിഫ്റ്റിയുടെ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ ആയ 23,800 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിക്ക് അതിപ്രധാനവുമാണ്. ഈ ലെവലും ഇന്ന് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നെങ്കിൽ മാത്രമേ തുടർന്ന് സെല്ലിംഗ് പ്രഷർ വർദ്ധിക്കാനുള്ള സാധ്യതകളുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നോ ഗ്ലോബലിയോ പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നതുമില്ല. Q1 ഏർണിംഗ്സിന് ശേഷം ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ അനുഭവപ്പെട്ട വീക്ക്നെസ്സും വെസ്റ്റേഷ്യൻ പ്രശ്നങ്ങൾ മൂലവും തുടർച്ചയായി ഇന്നലെ 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ തുടർച്ചയായ 6 ട്രേഡിംഗ് സെഷനുകളിലെ സെല്ലിംഗിന് ശേഷം ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1,650.16 കോടി രൂപയ്ക്ക് ബൈയിങ് നടത്തിക്കൊണ്ട് തിരിച്ചുവരുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 656.88 കോടി രൂപയ്ക്ക് ഒരാഴ്ചയിലേറെ നീണ്ടുനിന്ന തുടർച്ചയായ സപ്പോർട്ടിന് ശേഷം സെല്ലിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആദിത്യ ബിർള സൺ ലൈഫ് AMC, കോസ്മോ ഫസ്റ്റ്, ഗുഡ്രിക് ഗ്രൂപ്പ്, ഹവ്കിൻ കുക്കേഴ്സ്, HEG, മേനോൻ ബിയറിംഗ്സ്, രാംരത്ന വയേഴ്സ്, സാൻകോ ട്രാൻസ്, സർല പെർഫോമൻസ് ഫൈബേഴ്സ്, താപര്യ ടൂൾസ്, തങ്കമായി ജ്വല്ലറി, വയേഴ്സ് ആൻഡ് ഫാബ്രിക്സ് SA തുടങ്ങിയ സ്റ്റോക്കുകളുടെ എക്സ് ഡിവിഡന്റ് ഡേറ്റ് ആണ് ഇന്ന്. ADR സ്റ്റോക്സുകളിലേക്ക് വന്നു കഴിയുമ്പോൾ മിനിങ്ങാന്നത്തെ ശക്തമായ ഇടിവിന് ശേഷം ഇന്നലെ ബാങ്കിംഗ് സ്റ്റോക്കുകൾക്ക് നേരിയ തോതിലാണെങ്കിലും തിരിച്ചുവരവ് നടത്തുവാനുമായി തുടർന്ന് ആക്സിസ് ബാങ്കിന് 0.5%, ഡോക്ടർ റെഡ്ഡീസിന് 0.25%, HDFC ബാങ്കിന് 0.5%, ICICI ബാങ്ക് ADRന് 1%-അടുത്തും നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ തുടർന്ന വീക്ക്നെസ് IT ADR സ്റ്റോക്സുകൾക്കും US മാർക്കറ്റിൽ തുടരേണ്ടതായിട്ടും വന്നു. ഇൻഫോസിസ് ADRന് 1.25%-ലേറെയും വിപ്രോയ്ക്ക് 1.5%-ലേറെയും ഇടിവ് തുടർന്ന് നേരിടേണ്ടതായിട്ടും വന്നു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾക്ക് ഇന്നലെ തിരിച്ചുവരവ് നടത്തുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് US-ഉം ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ നെഗറ്റിവിറ്റിയൊക്കെ വൈപ്പ് ഔട്ട് ആക്കിക്കൊണ്ട് S&P 500-നും നാസ്ഡാക്കിനും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി S&P 500-ന് 0.8
8.9%, നാസ്ഡാക്കിന് 1.25%-ലേറെയും നേട്ടം കൈവരിക്കുവാനായപ്പോൾ 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടി തന്നെ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. UK, ജർമ്മൻ മാർക്കറ്റുകൾക്ക് 0.5%-ലേറെയും ഫ്രാൻസ് മാർക്കറ്റിന് 0.25%-ലേറെയും നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇത് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 2%-യും കൊറിയൻ മാർക്കറ്റ് 5.25%-ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളതും. കൊമോഡിറ്റിയിൽ എണ്ണയുടെ വിലയിൽ നേരിയ വർധനവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%-ലേറെ ഉയർച്ചയോടുകൂടി $97.57 per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.5%-നടുത്ത് ഉയർച്ചയോടുകൂടി $84.71 per ബാരൽ എന്ന നിലയിലേക്കുമായിട്ട് വില എത്തിച്ചേർന്നു. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് ഇന്നലെ യുഎസിന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ സൗത്ത് വെസ്റ്റിൽ ആരംഭിച്ച പുതിയ ആക്രമണങ്ങളെ തുടർന്നാണ് എണ്ണയുടെ വില വീണ്ടും ഉയരുവാൻ ഇടയാക്കിയതും. ഗോൾഡിന്റെ വില $494.95 per ഔൺസ് എന്ന നിലയിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മാരുതി സുസുക്കി ഇന്ത്യ നിർമ്മാണ ചെലവിൽ ഉണ്ടാകുന്ന തുടർച്ചയായ വർധനവ് കാരണം കമ്പനി തങ്ങളുടെ വിവിധ മോഡലുകളുടെ വില 30,000 രൂപ വരെ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഈ വില വർധനവ് 2026 ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ആനന്ദ് രാജ് ഗ്രൂപ്പിന്റെ പ്രധാന റിയൽ എസ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സിൽ നിന്ന് അതിവേഗം വളരുന്ന ഡാറ്റാ സെന്റർ, ക്ലൗഡ് സേവന ബിസിനസ് എന്നിവ വേർതിരിക്കുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകി. ബന്ധൻ ബാങ്ക് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ-ഓൺ-ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റില് 35%-യും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 5.9%-യും വർധനവ് രേഖപ്പെടുത്തി. ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി പ്രോഫിറ്റില് 20.8%-യും റവന്യൂവില് 14.6%-യും വർധനവ് രേഖപ്പെടുത്തി. ഇന്ത്യ മാർട്ട് ഇന്റർമേഷ് പ്രോഫിറ്റില് 12.2%-യും റവന്യൂവില് 11.4%-യും വർധനവ് രേഖപ്പെടുത്തി. ആവാസ് ഫൈനാൻസേഴ്സ് പ്രോഫിറ്റില് 23%-യും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തില് 16.7%-യും വർധനവും രേഖപ്പെടുത്തി. ട്രൈഡന്റ് പ്രോഫിറ്റില് 13%-യും റവന്യൂവില് 4.7%-യും വർധനവ് രേഖപ്പെടുത്തി. മെഡ് പ്ലസ് ഹെൽത്ത് സർവീസസ് പ്രോഫിറ്റില് 21.7%-ന്റെ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 21.8%-ന്റെ വർധനവും രേഖപ്പെടുത്തി. ഹഡ്സൺ ആഗ്രോ പ്രോഡക്ട്സ് പ്രോഫിറ്റില് 1.1%-ന്റെ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 19.3%-ന്റെ വർധനവും രേഖപ്പെടുത്തി. മാസ്റ്റെക് Q1 കൺസോളിഡേറ്റഡ് ഇയർ-ഓൺ-ഇയർ ബേസിസില് കമ്പനിയുടെ പ്രോഫിറ്റില് 15%-ന്റെയും റവന്യൂവില് 7.7%-ന്റെയും വർധനവും രേഖപ്പെടുത്തി. സാഗ്ലിറ്റി ഇന്ത്യ പ്രോഫിറ്റില് 46%-ന്റെയും റവന്യൂവില് 27.6%-ന്റെയും വർധനവ് രേഖപ്പെടുത്തി. സൺടെക് റിയാലിറ്റി പ്രോഫിറ്റില് 26%-ന്റെയും റവന്യൂവില് 1.7%-ന്റെയും വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.